എന്നാൽ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾക്ക് അപകടത്തിൽപ്പെട്ട കപ്പലിനടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല. തീ ആളിക്കത്തുന്നതിനിടെ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്നുമുണ്ട്. കപ്പലിലെ തീയണയ്ക്കൽ വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. വിഷ്ണു പ്രകാശ് നൽകും വിവരങ്ങൾ. വിഷ്ണു, നിലവിലെ സാഹചര്യം എന്താണ്? ഈ കപ്പലിനടുത്തേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. കപ്പലിൽ ഇപ്പോഴും പൊട്ടിത്തെറിയുണ്ട്. തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ നീക്കി എങ്ങനെ കപ്പലിനടുത്തേക്ക് എത്താനാണ്? ഈ അപകടത്തിൽപ്പെട്ട കപ്പലിനടുത്തേക്ക് ഏത് രീതിയിൽ എത്താനാണ് ശ്രമം നടക്കുന്നത്? ദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു? ഹിമ, ഈ അപകടം സംഭവിച്ച് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്ന ഫയർ ഫൈറ്റിംഗ് എന്ന ഒരു ദൗത്യത്തിലോട്ട് കടക്കാൻ ഇതുവരെ ഈ രക്ഷാദൗത്യത്തിനായി പുറപ്പെട്ട കപ്പലുകൾക്ക് സാധിച്ചിട്ടില്ല. കോസ്റ്റ് ഗാർഡും നേവിയും സംയുക്തമായാണ് ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലും നേവിയുടെ ഒരു കപ്പലുമാണ് ഇപ്പോൾ ഉള്ളത്. INS സത്ലജ് എന്ന കപ്പലാണ് ഇപ്പോൾ ഈ അപകടത്തിൽ സംഭവിച്ച ആ ഒരു ചരക്ക് കപ്പലിന്റെ സമീപത്തായിട്ടുള്ളത്. നേരത്തെ പോയ INS സൂറത്ത് എന്ന കപ്പൽ ഈ 18 പേരെയും രക്ഷപ്പെടുത്തി ഇപ്പോൾ